നമ്മുടെ തലമുടി അല്ലെങ്കിൽ ഹെയർ ഇസ് ഓൾവേസ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്നാണ് പറയാറുള്ളത്. ഇന്ന് നമ്മുടെ ആരോഗ്യം പോഡ്കാസ്റ്റിൽ കൂടെ ഉള്ളത് ഡി ലാബ്സ് ഹെയർ റീജനറേഷൻ ക്ലിനിക്കിലെ ഡോക്ടർ നീരജാണ്. വെൽക്കം സർ. താങ്ക് യു. സർ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ MBBS കഴിഞ്ഞിട്ട് ആക്ച്വലി MRCP ആണ് പെർസ്യൂ ചെയ്തത്, ഇൻറ്റേർണൽ മെഡിസിനിൽ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു ഏകദേശം UK പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വിചാരിതമായി നമുക്ക് NFTC എന്ന് പറയുന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അത് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതിൽ CEO ആയിട്ട് എനിക്ക് പോസ്റ്റ് കിട്ടി. അപ്പോൾ അന്ന് 1.5 വർഷം അതിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറേ ഇത് കോസ്മെറ്റിക് പ്രൊഡക്ട്സിനായിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ ആക്ച്വലി നമുക്ക് റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഒട്ടുമിക്ക ടൈപ്പ് ഓഫ് ബാൽനെസ്സും എന്ന് മനസ്സിലായി. അത് ഡൽഹിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ എൻ്റെ അങ്കിള് ഡെർമറ്റോളജിസ്റ്റാണ്. അപ്പോൾ അങ്കിളിനോട് സംസാരിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു അതിന് അവിടെ പറയുന്ന പേര് റീജനറ ആക്റ്റീവ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അതായത് ബേസിക് പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് റീജനറേറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് വിചാരിച്ചത് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു എല്ലാവരും പൈസ ഉണ്ടാക്കി ലോൺ എടുത്തിട്ട് ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നതിന് പകരം കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരു 20-25-30 വയസ്സുള്ള ആളുകൾക്ക് ഇപ്പോഴേ ഒന്ന് റീജനറേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു 10 വർഷമെങ്കിലും കഷണ്ടി ഒന്ന് വൈകിപ്പിക്കാം. അറ്റ്ലീസ്റ്റ് അവർക്ക് ഹെയർ റീഗ്രോ ആവും ചെയ്യും. നമ്മൾ ചെയ്യുന്ന നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക മിറാക്കുലസ് അങ്ങനത്തെ മാജിക് ട്രിക്ക് ഒന്നുമല്ല. ആക്ച്വലി ഗ്രേഡ് 6ൻ്റെ ഉള്ളിലുള്ള കഷണ്ടി ആണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി നോർമൽ അഗെയിൻ. അത് നെറ്റിൻ്റെ 2 സൈഡ് ആണെങ്കിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ 3 കൊല്ലം മുന്നേ ഡി ലാപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഡി ലാപ്പിൽ ആകെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒന്ന് യൂണീക്കാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ വെച്ച് ഞാൻ യൂണീക്ക് ആയത് എന്താ വെച്ചാൽ ഞങ്ങൾ വേറെ ഒന്നും ചെയ്യില്ല, സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് മാത്രം, വേറെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടില്ല. ഞാനത് സാറിനോട് ചോദിക്കാൻ വരുന്നത് എന്താണ് ഡി ലാബിന് ബാക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ കുറെ ക്ലിനിക്സ് കണ്ടിട്ട് അതെന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് റീജനറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പുറകിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. അതല്ലാതെ നോൺ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് സ്പെസിഫിക്കലി, അതായത് ഇപ്പോൾ എല്ലാ ക്ലിനിക്കിലും അവർ മീസോതെറപ്പി അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അവർ നോൺ ട്രാൻസ്പ്ലാന്റേഷൻ സ്പെസിഫിക്കലി ഹെയർ ഗ്രോത്ത് ചെയ്യുന്നില്ല. അവർ ഹെയർ ഫോൾ തടയാനൊക്കെ അത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ നോൺ ട്രാൻസ്പ്ലാന്റേഷണൽ ഹെയർ ഗ്രോത്തിന് സക്സസ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡ് കിട്ടിയതാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റീജനറേറ്റീവ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടും അതൊന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. പിന്നെ നമ്മൾ യൂഷ്വലി ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ കോസ്റ്റ് ലക്ഷങ്ങൾ കൊടുക്കണ്ട, ആകപ്പാടെ ഏറി വന്നാൽ ടോട്ടൽ എല്ലാം കൂടി ഒരു 20,000-നുള്ളിൽ തീരും. ഒരു സിറ്റിങ്ങിന് നമ്മൾ 8,500 പൊതുവെ വാങ്ങാറ്. യൂഷ്വൽ പ്രൈസ് 10 ആണെങ്കിലും നമ്മൾ 8,500 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു PRP GFC ഒക്കെ ചെയ്യേണ്ട അതിൻ്റെ ഒരു പൈസ ആവണുള്ളൂ. അത് മാത്രമല്ല നമ്മളെ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഒട്ടും ഇല്ലെങ്കിൽ 7-8 മാസമായിട്ടും റിസൾട്ട് ഇല്ല വയ്ക്കാം, നമ്മൾ ഏകദേശം 85% പൈസ റീഫണ്ട് ചെയ്യും. അത് നമ്മൾ പോളിസി ആയിട്ട് തന്നെ വെച്ചിട്ടാണ്. അതിൽ ഇപ്പോൾ ഒരു ക്ലിനിക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ റീഫണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കൂടി പോകേണ്ടി വരും. കാരണം ആളുകൾ പല രീതിയിൽ വന്നിട്ട് പൈസ പോകും. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ 3 കൊല്ലമായി ഇന്നേ വരെ അവിടെ വന്ന ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് വേറൊരു കച്ചറ അവിടെ നടക്കുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല, കൂടി വന്നില്ല ഓക്കെ അവിടെ പിരിച്ചു വിട്ടു. അങ്ങനെയാണ് നമ്മൾ. കാരണം എല്ലാവർക്കും വന്നുകൂടാനൊന്നുമില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പെൻസ് ആയ കുറച്ച് കാര്യങ്ങളുടെ ഒരു ഇപ്പോൾ 17,000 ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2,000 റുപ്പീസ് കുറച്ചിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 8,200 പേഷ്യൻസിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഈ 3.5 കൊല്ലം കൊണ്ട്. 8,200 ആക്ച്വൽ കണക്ക് അതിനൊക്കെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ എണ്ണാൻ തുടങ്ങിയത് 8,200 ആയപ്പോഴാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ഏകദേശം ഒരു 100-120 പേഷ്യൻസിന് റീഫണ്ടും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ സ്റ്റെം സെൽ ആക്ടിവേഷൻ ആണ്. അതായത് നമ്മൾ വേറെ എവിടെ നിന്നും സ്റ്റെം സെൽസ് എടുക്കുന്നില്ല. നമ്മൾ യൂഷ്വലി സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ അഡിപ്പോസ് ടിഷ്യൂന്ന് അതേ വയറ്റിന്ന് പഞ്ച് ബയോപ്സി വഴി ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്തിരുന്ന അത് ആക്ച്വലി FDA അപ്രൂവ്ഡ് അല്ല. അതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വേറെ എവിടെ നിന്നും സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നില്ല. നമ്മൾ യൂഷ്വലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെം സെൽസിനെ
ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക. അതിനാണ് ഞാൻ വ്യക്തമായിട്ട് സ്റ്റെം സെൽ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ PRP എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അതൊക്കെ സംശയം വന്ന് ചോദിക്കാൻ. PRP പ്ലേറ്റ്ലെറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് പ്ലാസ്മയിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇഞ്ചെക്ട് ചെയ്യുക തിരിച്ച്. അപ്പോൾ PRP സെൻട്രിഫ്യൂഗേഷൻ ആണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെയിം ആണ്. നമ്മുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കും, ബ്ലഡ് 15 മില്ലി എടുക്കും. ഈ PRPയിൽ അവർ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതിലാണ്, EDTA അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റിൽ കളക്ട് ചെയ്യും. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആക്ച്വലി അത് ക്ലോട്ട് ആവണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ ഫൈബ്രിൻ എന്ന് പറയുന്ന സാധനം കൂടുതൽ വേണം. ഈ ഫൈബ്രിൻ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് സെൻട്രിഫ്യൂഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 times ആയി മാറുള്ളൂ. അതായത് 10 ലക്ഷത്തിനടുത്ത് പ്ലേറ്റ്ലെറ്റ്സ് വേണം. എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഓർഗാനിക് സ്റ്റെം സെൽസ്, അതായത് പ്ലാന്റ് ബേസ്ഡ് ബൊട്ടാനിക്കലായിട്ടുള്ള ഓർഗാനിക് സ്റ്റെം സെൽസ് നമ്മൾ ആഡ് ചെയ്യും അതിൻ്റെ കൂടെ. അതെന്തിനാണെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു മൈക്രോ നീഡ്ലിംഗ് പോലെയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ടോറിൻ എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സോസോംസ് യൂസ് ചെയ്യും. എക്സോസോം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്പെസിഫിക് ടാർഗറ്റിലോട്ട് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ മോളിക്യൂളാണ്. അപ്പോൾ എക്സോസോംസ് യൂസ് ചെയ്യും. പ്ലസ് നമ്മൾ വേറെ ചെയ്യുന്നത് എന്താ വെച്ചാൽ WNT, അതൊരു സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത് WNT പാത്വേ സിഗ്നലിംഗ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എല്ലാ പ്രൊഡക്ട്സും DCGI സർട്ടിഫൈഡ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ FDA അല്ല അപ്രൂവ് ചെയ്യേണ്ടത്, DCGI ആണ് അപ്രൂവ് ചെയ്യുന്നത്. ഡ്രഗ് കൺട്രോളറിൻ്റെ DCGI ആണ്. അവർ കൺട്രോളർ എല്ലാം സർട്ടിഫൈ ചെയ്തതാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രൈക്കോസർ എന്ന് പറഞ്ഞൊരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഫുൾ DCGI അപ്രൂവ്ഡും CDCSO സർട്ടിഫൈഡും ആണ്. അപ്പോൾ എൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പല ആൾക്കാർ പല ക്ലിനിക്കുകളിൽ പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബയോട്ടിൻ PRP എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബയോട്ടിൻ മിക്സ് ചെയ്തിട്ട് PRP ആണ്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ FDA അപ്രൂവ് ചെയ്തിട്ട് DCGI അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്രൂവ് ചെയ്ത്, പക്ഷെ അതിന് വലിയ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും വരാനില്ല. അതുകൊണ്ടാണ് പിന്നെ കുഴപ്പമില്ലാതെ പോണത്. അപ്പം നമ്മൾ യൂസ്വലി മോഡിഫൈഡ് ട്രീറ്റ്മെൻ്റ് ആണ് പേഷ്യൻസിന്. എല്ലാവർക്കും ഒരേപോലെ അല്ല, എല്ലാവരുടെ ശരീരം ഒരേപോലെ അല്ല. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടൈപ്പ് ഓഫ് ഹെയർ നോക്കും, അവരുടെ പാറ്റേൺ, അവരെല്ലാം മീൻസ് അവർക്ക് നമ്മളൊരു നീഡിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അത് ചില ആൾക്കാരിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും, ചില ആൾക്കാർ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സിറം ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനത്തെ കേസിൽ നല്ല റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾക്ക് പുറത്തേക്ക് വിൽക്കില്ല അങ്ങനത്തെ സിറംസ്, പക്ഷേ എൻ്റെ പേഷ്യൻസിന് ഞാൻ സിറം മോഡിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ പിന്നെ നമ്മളെ ISROൻ്റെ സോമനാഥൻ സാറിൻ്റെ ടീമിലുള്ള ഹെഡായിട്ടുള്ള ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞ സാർ വന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സ് കുറേ പേര് വന്ന് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ വരെ വന്ന്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നൊരു സർജൻ വരെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ മുഖ്യമന്ത്രിൻ്റെ IT സെൽ സെക്രട്ടറി അങ്ങനെ കുറേ ഹൈ ക്ലാസ് ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ they are very much satisfied actually. If they follow me, ഞാൻ എന്താ പറയണതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും റിസൾട്ട് വരും. അത് ഞാൻ ഇവിടെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ റിസൾട്ട് എല്ലാവർക്കും കിട്ടില്ല. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ട്രൈക്കോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഒരു ഫോളിക്കിളിന് എത്ര ഹെയർ വരുന്നുണ്ടോ, ഒരു ഫോളിക്കിളിന് ഒരു ഹെയറേ നിങ്ങൾക്ക് ടോട്ടൽ ഹെഡിൽ അവിടെ ഇവിടെ കേട്ടുള്ളൂ എങ്കിൽ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അത് ആദ്യം നമ്മൾ നോക്കിയിട്ട് പറയും. അതുകൊണ്ട് കാരണം റീഫണ്ട് കൊടുക്കേണ്ടതാണേ, പറഞ്ഞില്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് ആദ്യം അത് നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ചീത്ത കേൾക്കാറുണ്ട്. കാരണം അവർ പറയും 18 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ വന്നിട്ട് ഇതാ ഡോക്ടറോടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അയാളെ 18,000 കളയുന്നേക്കാൾ നല്ല അയാൾ 18 മണിക്കൂർ. അതാ അങ്ങനെ. എനിക്കൊരു സംശയമാണ്, സാർ സിറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് എന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ ആദ്യം ബ്ലഡ് കളക്ട് ചെയ്യും. നിങ്ങൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് യൂഷ്വലി PRPയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അത് കമ്പയർ ചെയ്തിട്ട് പറയാം. PRPയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നേരെ ഒരു ആൻറ്റികോഗുലൻ്റ് ആഡ് ചെയ്യും. അത് യൂഷ്വലി അവർ സോഡിയം സിട്രേറ്റ് അല്ലെങ്കിൽ EDTA ആഡ് ചെയ്യുക. ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഡയറക്റ്റ് ബ്ലഡ് എടുക്കും, ആൻറ്റികോഗുലൻ്റ് ആഡ് ചെയ്യാതെ നമ്മൾ പാർട്ടാക്കും. അതായത് ഒരു പാർട്ട് ഓഫ് ബ്ലഡ് നമ്മൾ യൂഷ്വൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷനിലോട്ട് വിടും. വേറൊരു പാർട്ട് ഓഫ് ബ്ലഡ് നമ്മൾ എക്സോസോംസ് പ്ലസ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ബൊട്ടാനിക്കലായിട്ടുള്ള സ്റ്റെം സെൽസ്, ഓർഗാനിക് സ്റ്റെം സെൽസ്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും.
ഒരു പാർട്ട് ഓഫ് ബ്ലഡ്. ഓക്കെ. എന്നിട്ട് അത് അതിൻ്റെ പോലെ ഒരെണ്ണം ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഒന്നും കൂടി സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. അതും RPM ഒക്കെ നമ്മൾ യൂഷ്വലി ഇതിനേക്കാളും എത്രയോ കൂടുതൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് 4 times. നമുക്കതാണ് വേണ്ടത്. നമുക്ക് ആക്ച്വലി വേണ്ടത് ഫൈബ്രിനാണ്. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഭയങ്കരമായിട്ട് കൂട്ടുന്നത്. അപ്പോൾ എന്നിട്ട് രണ്ടെണ്ണത്തിൽ നിന്നും കിട്ടിയ പ്ലാസ്മ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൈക്രോ നീഡ്ലിംഗ് വെച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അതായത് ഡെർമിസിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഒരിക്കലും അതൊരു ബ്ലഡ് വെസലിലോട്ടൊന്നും പോകണില്ല. അതുകൊണ്ടാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തത്. പിന്നെ ഞാൻ പേഷ്യൻസിനോട് ഒരു കാര്യം പറയും, ടച്ച് വുഡ് ഒരാൾക്കും ഇന്നേ വരെ ഞങ്ങളവിടെ നിന്ന് ഒരു സൈഡ് എഫക്റ്റ് വന്നിട്ടില്ല. അത് ഇത്രയും 8000 പേഷ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ നമുക്ക് എല്ലാവരും ഫോട്ടോസ്, ഞങ്ങളെല്ലാവരും ഫോട്ടോസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ട് എടുക്കും. ഇപ്പോൾ ഈ 8000 എന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചിലും കൂടിയാണ്. ഞങ്ങൾക്ക് 2-3 ബ്രാഞ്ചാണ് ഉള്ളത്. കോഴിക്കോട് 2 ബ്രാഞ്ചുണ്ട്, കൊച്ചിയിൽ 1 ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ദൈവം സാധിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ. എന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് തിരിച്ചെടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ ഞാൻ പറഞ്ഞ പോലെ വെസൽസിലോട്ടല്ല, അത് ജസ്റ്റ് ഡെർമിസിലാണ്. അതിന് മുന്നേ, ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രോസസ്സ് ചെയ്യും. എന്താ വെച്ചാൽ അവിടെ മെലാനിൻ എന്ന് പറയുന്ന സാധനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് NB-UVB ലൈറ്റ് ചെയ്യും. അത് കുറച്ച് നേരം അവിടെ ചെയ്തിട്ട് അവിടെ ഒരു മെലാനോജെൻസിസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് IR ഇൻഫ്രാറെഡ് ലൈറ്റ്, റെഡ് ലൈറ്റ് തെറാപ്പി അതും കൂടി ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഓവറോൾ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ് എപ്പിഡെർമൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ TED എന്ന് പറയും. അതിന് പറച്ചിൽ TED എന്നാണെങ്കിലും ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോഫാസിറ്റമിൻ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻ്റ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് ഓവറോൾ തലയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേക്കും. എന്നിട്ട് അവസാനത്തെ പ്രോസസ്സാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മൈക്രോ നീഡ്ലിംഗ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ ജാനസ് കൈനേസ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നമുക്ക് നമ്മളെ മൈറ്റോകോൺട്രിയൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും PP405 എന്ന് കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ഹിറ്റായിട്ടുള്ള, അതിൻ്റെ അതേ മെക്കാനിസമാണ്. അതുവഴി നമ്മൾക്ക് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന പ്രോട്ടീൻസും എൻസൈംസും റിലീസ് ചെയ്യിപ്പിക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് മാത്രമായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ക്ലിനിക്കല്ല. ഇതെന്ന് മീൻസ് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, എല്ലാവർക്കും വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ അതിന് ഞങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് എല്ലാം ഉണ്ട്, അപ്പോൾ എന്താ വേറെ ക്ലിനിക്കുകൾ ചെയ്യാത്തത്? അതായത് ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യൂസ് ചെയ്യണ എല്ലാം DCGI സർട്ടിഫൈഡ് ആണ്. ബട്ട് നമ്മൾക്ക് ചെയ്യുന്നൊരു മെത്തേഡ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഫോർമുല ഉണ്ട്. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് റിസൾട്ട് കിട്ടാത്തവർക്ക് നമ്മൾ അവിടെ വെച്ച് പിരിച്ചു വിടുന്നുണ്ട് പൈസ കൊടുത്തിട്ട്. അതായത് അവർ ചിലവാക്കിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതാണ്, നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. പക്ഷെ അതൊരു വലിയതാണ്. ഇപ്പം എറണാകുളം ബ്രാഞ്ച് തുടങ്ങിയതിന് ശേഷം കുറേ ശത്രുക്കൾ കൂടിയിട്ടുണ്ട്. ഇപ്പം തന്നെ അവർ കുറേ എണ്ണം ഇങ്ങനെ യൂട്യൂബിൽ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ മൈൻഡ് നമ്മൾ മുന്നോട്ട് പോവുക. ബാർക്കിംഗ് ഡോഗ്സ് അവർ കഴിച്ചോട്ടെ, എലിഫന്റ് വിൽ ഗോ എന്ന് പറയുന്ന പോലെ. ഓക്കെ സാർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സാർ, ഞാനിങ്ങനെ അറിയാതെ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു ഹെയർ ട്രാൻസ്പ്ലാന്റ്. സാർ തിരുത്തി, റീജനറേഷൻ ആണ്, ട്രാൻസ്പ്ലാന്റ് അല്ലെന്ന്. സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ട്രാൻസ്പ്ലാന്റിന് പകരം റീജനറേഷൻ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? അത് പൈസ എല്ലാം മാറ്റി വയ്ക്കുക. ഓക്കെ, പൈസൻ്റെ കാര്യം, നമുക്ക് ഹെൽത്ത് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പൈസേൻ്റെ കാര്യം മാറ്റി വയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ നല്ല പ്രോസസ്സ് തന്നെയാണ്. അതിനെക്കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല, അതായത് നമ്മളെ കുറച്ചും കൂടി കാലം നിലനിൽക്കുന്ന ടൈപ്പ് ഓഫ് റിസൾട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടും. ദാറ്റ് ഈസ് എ ട്രൂ ഫാക്ട്. ബട്ട് ദ തിങ് ഈസ്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡോണർ ഏരിയ ബാക്കിൽ നിന്നാണ് എടുക്കുക. ആ ഏരിയ കേടാവാൻ ചാൻസ് ഉണ്ട് ബാക്കിൽ നിന്ന് എടുക്കുന്നത്. അതായത് അറ്റ് ദ എൻഡ് നമുക്ക് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ മാത്രമായിരിക്കും ഉണ്ടാവും. ബാക്കിയുള്ള ഹെയർ കുറച്ച് ഗ്രാജുവലി കുറച്ചും കൂടി ഫാസ്റ്റ് ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയണതെന്ന് വെച്ചാൽ, അതായത് ഒരു ആൾക്ക് 35 വയസ്സിൻ്റെ ഉള്ളിൽ, അറ്റ്ലീസ്റ്റ് ഒരു 40 വയസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ പരമാവധി ഒഴിവാക്കുക ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പൈസ എല്ലാവർക്കും പറഞ്ഞ ഭയങ്കര പൈസയാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട് ഇതിന്. ഇത് നോൺ ഇൻവേസീവ് അല്ല, ഇൻവേസീവാണ്, റിസ്ക് ഉണ്ട്. ഒരു മൂന്നാമത്തെ കേസ് എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ ചെയ്യുന്ന അധിക ഡോക്ടേഴ്സും ഡെന്റൽ ഡോക്ടേഴ്സ് ദാറ്റ് ഈസ് എ വെരി കോൺട്രഡിക്ടറി ഫാക്ടറാണ്. എല്ലാ അധികം ഡെന്റിസ്റ്റുകൾ ഇവിടെ കുറെ ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് നോ വൈ ആക്ച്വലി. ദ തിങ് ഈസ് ലൈക്ക് ദീസ് പീപ്പിൾ ആർ നോട്ട് ഹാവിങ് എനിത്തിങ് ടു ഡു ഓൺ ടീത്ത്. ഐ തിങ്ക് ദേ ആർ കമ്മിങ് ടു അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ ആയിട്ട് ഒരു MBBS ഉള്ള ആളായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്, ഈ പ്രൊസീജിയർ. But here technicians are doing, here dental doctors are doing. But the thing is like, I don't know why it is going on.
ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ദാറ്റ് ഇസ് എ ഫാക്ട് വിച്ച് എവരി വൺ നോ. ബിക്കോസ് ദേ കൻ ബി എന്താ അവർ നമുക്ക് ഒരു 25,000-30,000 രൂപയ്ക്ക് നിർത്താൻ പറ്റും. MBBS ആകുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കണം സാലറി, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ആകുമ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ നോ വൺ ഈസ് റെസ്പോൺസിബിൾ ആക്ച്വലി, ബിക്കോസ് ഹി ഈസ് നോട്ട് എ ആക്ച്വൽ ഡോക്ടർ. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോലും കിട്ടില്ല. അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഇത് ഭയങ്കര സേഫ് ഒക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ പറയണുള്ളത് പറയണല്ലോ, അങ്ങനെ വളരെ റെയറായിട്ട് അങ്ങനെ കോംപ്ലിക്കേഷൻ വരുള്ളൂ. ഞാൻ പറയുന്നത് ഡോണർ ഏരിയ നിങ്ങൾക്ക് വൃത്തിയാക്കി, അതായത് ഫുള്ള് കൊളാക്കാതെ ഉള്ള ഏരിയ മാത്രം ഗ്രോത്ത് ആക്കി എടുക്കുകയാണെങ്കിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. 40 വയസ്സിൻ്റെ ഉള്ളിൽ. 40 വയസ്സിൻ്റെ ശേഷമാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ 2 ഭാഗത്ത് കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത് SCT സ്റ്റെം സെല്ലിനെ കൊണ്ട് വലിയ കാര്യമില്ല, ഇവിടെ പെട്ടെന്ന് അടയും. അതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. അത് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ അതായിരിക്കണം. പിന്നെ ഞാൻ എൻ്റെ തലയിൽ ഇത് പരീക്ഷിച്ചതാണ്. എൻ്റെ അനിയൻ്റെ തലയിലും പരീക്ഷിച്ചതാണ്. എൻ്റെ തലയിൽ ഭയങ്കര ഹിറ്റായി. അതൊക്കെ ഞാൻ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ തലയിൽ ഇതാക്കി എടുത്തല്ലോ. അങ്ങനെ